നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ പുതിയ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന വിധിക്കെതിരായ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. നേരത്തെ രൂപീകരിച്ച 9-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് നിലവിൽ കോടതിയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത്. യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2016 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിയുണ്ടായത്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം LDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. അതിനുശേഷം വിഷയം ഒതുക്കി വയ്ക്കാനായിരുന്നു സർക്കാരിൻ്റെയും LDFൻ്റെയും ശ്രമം. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങളടങ്ങുന്ന 67 ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത്. ഇതിൽ 60ഓളം ഹർജികളും ശബരിമല യുവതി പ്രവേശനവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ഹർജികളിൽ വാദം കേൾക്കലടക്കമുള്ള തുടർ നടപടികളും ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും വാദം ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ കേൾക്കും. പുനഃപരിശോധനാ ഹർജി എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ 16 വരെ കേൾക്കും. ഏപ്രിൽ 21 മുൻപ് മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാം. ഏപ്രിൽ 22 വാദം അവസാനിപ്പിക്കാനാണ് ബെഞ്ചിൻ്റെ ഉദ്ദേശം. വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ബെഞ്ചിനെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയത്തിൽ കരുതലോടെ നീങ്ങാനാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രമം. യുവതി പ്രവേശന വിഷയത്തിൽ തിടുക്കപ്പെട്ട് നിലപാടെടുക്കാനില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സമയമാവുമ്പോൾ പാർട്ടി നിലപാട് പറയുമെന്നും സർക്കാരിൻ്റെ അതേ നിലപാട് പാർട്ടിക്ക് ഉണ്ടാവണമെന്നില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നു. ഇത് സർക്കാർ കോടതിയിൽ എന്ത് നിലപാട് എങ്ങനെ സ്വീകരിക്കുമെന്നതിൻ്റെ സൂചന കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. സാങ്കേതിക ലോകത്തിൻ്റെ ശ്രദ്ധ ഇനി ഏതാനും ദിവസങ്ങൾ ന്യൂഡൽഹിയിലാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ ആഗോള ശക്തിയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് കരുത്തു പകരുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 തിങ്കളാഴ്ച തലസ്ഥാന നഗരിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ 5 ദിവസങ്ങളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. സർവ്വജനഹിതായ സർവ്വജന സുഖായ, എല്ലാവരുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന ആപ്തവാക്യവുമായാണ് ഇന്ത്യ ഈ ഉച്ചകോടിക്ക് വേദിയൊരുക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 15-ലധികം രാഷ്ട്രത്തലവന്മാരും പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഗ്ലോബൽ സൗത്തിൽ ആദ്യമായാണ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഫെബ്രുവരി 19 വൈകുന്നേരം 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി AI ഇമ്പാക്ട് എക്സ്പോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ലോകത്തെ പ്രമുഖ ടെക് ഭീമന്മാരുടെ സംഗമവേദി കൂടിയാണിത്. OpenAI CEO സാം ഓൾട്ട്മാൻ, ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ, ആന്ത്രോപ്പിക്കിൻ്റെ ഡാരിയോ അമോഡി തുടങ്ങിയവർക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയും ഉച്ചകോടിയിലെ പ്രധാന സാന്നിധ്യമാണ്. തിങ്കളാഴ്ച പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ഭാരത് റെഡിനെസ് അസസ്മെൻറ്റ് മെത്തഡോളജി അഥവാ RAM എന്നറിയപ്പെടുന്ന റിപ്പോർട്ടാണ്. യുനെസ്കോയും ഇന്ത്യ AI മിഷനും സംയുക്തമായാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. IT ഭീമനായ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. കൃഷി, വിദ്യാഭ്യാസം, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ AI എങ്ങനെ മാറ്റം കൊണ്ടുവരുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 800-ലധികം പ്രദർശകരാണ് തങ്ങളുടെ AI ഉൽപ്പന്നങ്ങളുമായി എക്സ്പോയിൽ അണിനിരക്കുന്നത്. സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു AI നയം ലോകത്തിന് മുൻപിൽ സമർപ്പിക്കാനാണ് ഇന്ത്യ ഉച്ചകോടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ ഭൂമി നിയമപരമായി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. 1967 ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പുനരാരംഭിക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് ആസൂത്രിതമായി പുറത്താക്കാനുള്ള നീക്കമാണിതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം. വെസ്റ്റ് ബാങ്കിലെ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ അഥവാ സെറ്റിൽമെൻറ്റ് ഓഫ് ലാൻഡ് ടൈറ്റിൽ പുനരാരംഭിക്കാനാണ് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോച്ചിനും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരുൾപ്പെട്ട സമിതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് ഇസ്രായേൽ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്നാൽ ഈ നടപടി പലസ്തീനികൾക്ക് വൻ തിരിച്ചടിയാകുമെന്ന് ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനയായ ബിംകോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ 70% ഭൂമിയും നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതാണ്. ജോർദാൻ ഭരണകാലത്തോ ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്തോ ഉള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ സാധിക്കൂ. 100 വർഷം പഴക്കമുള്ള ഇത്തരം രേഖകൾ കണ്ടെത്തുക എന്നത് മിക്ക പലസ്തീനികൾക്കും അസാധ്യമാണ്. തെളിയിക്കാൻ കഴിയാത്ത ഭൂമി ഇസ്രായേൽ സർക്കാരിൻ്റെ പേരിലേക്ക് നേരിട്ട് മാറ്റപ്പെടും. ഇത് വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഗൂഢ നീക്കമാണെന്ന് പീസ് നൗ പോലുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്.
സമാനമായ നടപടി നേരത്തെ കിഴക്കൻ ജെറുസലേമിൽ നടപ്പിലാക്കിയപ്പോൾ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ വെറും 1% മാത്രമാണ് പലസ്തീനികൾക്ക് ലഭിച്ചിരുന്നത്. ബാക്കി മുഴുവൻ ഇസ്രായേൽ ഭരണകൂടവും സ്വകാര്യ വ്യക്തികളും കൈക്കലാക്കുകയായിരുന്നു. അധിനിവേശ ഭൂമിയിലെ ഇസ്രായേലിൻ്റെ ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ. പലസ്തീനികളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഈ പുതിയ നിയമനിർമ്മാണം മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചേക്കാമെന്ന മുന്നറിയിപ്പും ഇതിനിടെ വരുന്നുണ്ട്.